ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ദൃശ്യം 3യുടെ ചിത്രീകരണത്തിന് തുടക്കം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് നിറവിൽ നിൽക്കുന്ന മോഹൻലാൽ പൂജാ ചടങ്ങിൽ പങ്കെടുത്തു. ചിത്രം വലിയ വിജയമാകണം എന്ന് പ്രാർത്ഥിക്കുന്നതായി മോഹൻലാൽ പറഞ്ഞു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന് ശേഷം അഭിനയിക്കുന്ന ആദ്യ ചിത്രത്തിന്റെ സെറ്റിലെത്തിയ മോഹൻലാലിനെ ആവേശത്തോടെയാണ് അണിയറ പ്രവർത്തകർ സ്വീകരിച്ചത്. എറണാകുളം പൂത്തോട്ട SN ലോ കോളേജിലെ പൂജാ ചടങ്ങിൽ മോഹൻലാൽ ഫസ്റ്റ് ക്ലാസ് പഠിച്ച് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കേക്ക് മുറിച്ച് അണിയറ പ്രവർത്തകർ സന്തോഷം പങ്കുവച്ചു. ആകാംക്ഷയാണ് ദൃശ്യമൊരുക്കുന്ന വിരുന്നെന്ന് മോഹൻലാൽ. ഇതൊരു വലിയ വിജയമായി മാറണമെന്ന് ദൃശ്യം 1, 2 മനസ്സിൽ എത്തിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ടു നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൃശ്യം 3 സെറ്റ് ഇരട്ടി മധുരമെന്ന് സംവിധായകൻ ജിത്തു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും 24നോട്. ഞാൻ എൻ്റെ ഒരു സ്വപ്ന സിനിമയായി തന്നെയാണ് ദൃശ്യം 3യെ കാണുന്നത്. ഈ പറഞ്ഞ പോലെ 2-ല് ഇത്രയും ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, ആ ട്വിസ്റ്റിന് മുകളിലുള്ള ട്വിസ്റ്റ് അത്രയും ട്വിസ്റ്റ് വേണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ഇതുണ്ടല്ലോ, അത് എനിക്കറിയില്ല. അങ്ങനത്തെ എക്സ്പെക്ടേഷൻ എനിക്കല്ല. ഇതിനകത്ത് ഇതൊരു നല്ലൊരു കഥയുണ്ട്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിക്കാനായി മോഹൻലാൽ ഡൽഹിയിലേക്ക് തിരിച്ചു. ഒരുപാട് സന്തോഷം. താങ്ക് യു. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇനിയും സന്തോഷം ഉണ്ടാവും. ദൃശ്യം സീരീസിലെ ആദ്യ 2 ഭാഗവും വൻ വിജയമായിരുന്നു. 4.5 വർഷത്തിന് ശേഷം ജോർജ് കുട്ടിയുടെ കുടുംബത്തിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. കൊച്ചിയിലും തൊടുപുഴയിലുമായി 55 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കാനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം. ആദ്യ 2 സിനിമകളിലും സംവിധായകൻ ഒളിപ്പിച്ചുവെച്ച സസ്പെൻസും മാജിക്കും ദൃശ്യം 3യിലും തുടരുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരുള്ളത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.